അപ്പോൾ അതേ രാവിലെ എണീറ്റപ്പോൾ അതേ അൻവിക്കുട്ടൻ എൻ്റെ കൂടെ എണീറ്റിട്ടുണ്ട് കേട്ടോ. മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ തന്നെ കേട്ടോ ഉണ്ടാവാറുള്ളത്. ഞാൻ എണീക്കുമ്പോൾ ആ സമയത്ത് അൻവിയോ അജുമോനോ എണീക്കും. പിന്നെ അവരെ ഉറക്കിയിട്ട് വേണം നമുക്ക് കിച്ചണിലേക്ക് വരാൻ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ് കേട്ടോ. അങ്ങനെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ പരത്തി വെച്ചതിൻ്റെ ശേഷം ഞാൻ നേരെ കറിപ്പണിക്ക് നിന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മുട്ടക്കറിയാണ് ചപ്പാത്തിയിലേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിൻ്റെ ശേഷം പിന്നെ നേരെ ലഞ്ചിനുള്ള പരിപാടികൾ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉണക്കച്ചെള്ളി അഥവാ ഉണക്ക ചെമ്മീൻ കറിയായിരുന്നു കേട്ടോ. ഉണക്കച്ചെള്ളി വെള്ളരിക്കട്ടിട്ട് കറി വയ്ക്കുക, അതുപോലെ നമ്മൾ മുരിങ്ങാക്കായും മാങ്ങ ഇട്ടിട്ടും കറി വെക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മുരിങ്ങാക്കായും മാങ്ങ ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ. എനിക്ക് ഈ മാങ്ങയും മുരിങ്ങാക്കായും ഇടുന്നതിനേക്കാളും എനിക്കിഷ്ടം വെള്ളരി ഇടുന്നതാട്ടോ. വെള്ളരിയും ചെള്ളിയും കൂടെ ഇട്ട് കറി വയ്ക്കുന്നതാണ് എനിക്കൊന്നും കൂടെ ഇഷ്ടം. ഇത് കഴിക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ ആദ്യം മാങ്ങേൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞു. ശേഷം നേരെ മുരിങ്ങക്കായ നന്നാക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ഇത് രണ്ട് തരത്തിൽ നന്നാക്കാറുണ്ട് ഞാൻ. ഒന്നുകിൽ ഇത് ഇതുപോലെ ഇങ്ങനെ തൊലി ഇങ്ങനെ വലിച്ച് ചീന്തിയിട്ടും അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഇങ്ങനെ തൊലി ചുരണ്ടി എടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് തൊലി വലിച്ച് ചീന്തിനേക്കാളും ഇഷ്ടം ഇങ്ങനെ ചുരണ്ടി എടുക്കാൻ. അതാകുമ്പോൾ അതിൻ്റെ പുറത്ത് എല്ലാ തൊലിയും പോയ പോലെ ഒരു ഫീല് കിട്ടും. പിന്നെ വേഗം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ. പൊതുവേ എൻ്റെ ക്ലീനിങ് നടക്കാറുള്ളത് പണികൾ ചെയ്യുന്നതിൻ്റെ കൂടെയല്ല, എല്ലാ പണിയും ഒതുങ്ങി അവസാനമായിട്ടോ ക്ലീനിങ് നടക്കാറുള്ളത്. ഇന്നെന്തോ എല്ലാ പണിയുടെ കൂടെ ക്ലീൻ ചെയ്യാനൊരു പൂതി, അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. ഇനി എങ്ങനെ കറി വെക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ച പച്ചക്കറികളൊക്കെ ഇതിലേക്കിട്ട് തട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ടോന്ന് ഇടക്ക് വരുന്നുണ്ട് അല്ലേ, അതെന്താ ചെയ്യുക, അങ്ങനെ ശീലമായി പോയിട്ടോ, ക്ഷമിക്കണേ. അങ്ങനെ മുരിങ്ങാക്കായും മാങ്ങയും നമ്മുടെ ചട്ടിലേക്ക് ഇട്ട് കൊടുത്തു. തക്കാളി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ, കാരണം പുളിക്ക് നമ്മൾ ഓൾറെഡി മാങ്ങ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ പച്ചമുളക് 2 ഇട്ട് കൊടുത്തു. പൊതുവേ ഈ മീൻ കറിയിലെ പച്ചമുളക് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ ഒരു കറിയിലും പച്ചമുളക് വല്ലാണ്ട് ഇടാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മുളക് പൊടി കൊടുക്കത്തെ എരിവാണ്. അപ്പോൾ ഈ മുളക് പൊടി ഓൾറെഡി അത്യാവശ്യം ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിലൂടെ പിന്നെ നമ്മൾ പച്ചമുളക് കൂടെ ഇട്ടിട്ട് എരി കൂടെ ഒരു വഴിക്കാവുണ്ടാകുന്ന കരുതിയിട്ട് കൂടുതലും ഞാൻ പച്ചമുളക് കറിയിൽ ഇടാറില്ല ഇപ്പോൾ. ഇനി അഥവാ ഇടുന്നുണ്ടെങ്കിൽ ഒന്നെങ്ങാനും ഇടും, അത്രയേ ഉള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ ഈ ചില മുളക് പൊടികളൊക്കെ അങ്ങനെയാണ് കേട്ടോ. ചിലത് ഭയങ്കര എരിവും, ചിലത് വലിയ എരിവൊന്നും ഉണ്ടാവില്ല. ഈ ചട്ടി ഈ വെയിലത്ത് കൊടുന്ന് വെച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായേ. മാങ്ങ പിന്നെ തൊലി കളഞ്ഞിട്ടും തൊലി കളയാതൊക്കെ നമുക്ക് കറിക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാനൊന്ന് തൊലി കളഞ്ഞിട്ടാണ് ഇട്ടത്, പക്ഷേ എനിക്ക് തൊലി കളയാത്തതാണ് ഇഷ്ടം. പിന്നെ എന്തിനാണ് ഞാൻ ഈ തൊലി കളഞ്ഞതെന്ന് ആലോചിക്കുന്നത്. ചില സമയത്ത് അങ്ങനെ കേട്ടോ, ഇഷ്ടമുള്ളത് വേറെയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വേറെയും ആവും കേട്ടോ. പിന്നെ ഞാൻ മാങ്ങ ഒരു ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്യുന്നത്. നമുക്ക് വലിയ പീസാക്കിയിട്ടും ആഡ് ചെയ്യാം, ചെറിയ പീസാക്കിയിട്ടും ആഡ് ചെയ്യാം. ഇനി നമുക്ക് പൊടിക്കൈകൾ തുടങ്ങിയാലോ. അപ്പോൾ അതേ ആദ്യം ഉപ്പിട്ടു. ഉപ്പിൽ നിന്ന് തുടങ്ങുന്നത് ഒടുക്കത്തെ ഐശ്വര്യമാവും. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അത്ര ഇട്ടാൽ മതി കേട്ടോ. പൊതുവേ എൻ്റെ ഒരുവിധം കറികളിലൊക്കെ മല്ലിപ്പൊടി ഇടാറുണ്ട് കേട്ടോ. അതായത് മല്ലിപ്പൊടി ഇടാൻ പറ്റുന്ന കറികളിലൊക്കെ ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്യാറുണ്ട്. ഞാനൊരു മല്ലിപ്പൊടിയുടെയും മല്ലിച്ചപ്പിൻ്റെയും ലവറാണ് ഗൈസ്. മല്ലിപ്പൊടി ഇല്ലെങ്കിലും മല്ലിച്ചപ്പ്, എൻ്റെ പൊന്നോ, ഒരുവിധം എല്ലാ കറിയിലും ഞാൻ മല്ലിച്ചപ്പ് ഇടും കേട്ടോ. മല്ലിച്ചപ്പ് ഇല്ലാത്തൊരു കറീനെ, ഒരു ജീവിതത്തിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ വയ്യ മക്കളെ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തലങ്ങും വിലങ്ങും ഇളക്കി കൊടുത്തു കേട്ടോ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലൊക്കെ അതിൻ്റെ മുകളിൽ വെക്കുക കേട്ടോ. ഇതൊക്കെ ചെയ്യുക. ഞാനിപ്പോൾ വീട്ടിൽ അത്യാവശ്യം കറിവേപ്പില കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 3 അല്ലി കറിവേപ്പില അത്യാവശ്യം അഹങ്കാരത്തോടെ തന്നെ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് കറിവേപ്പില കിട്ടാത്തതുകൊണ്ട് തെണ്ടി നടക്കും, അത് വേറെ കഥ. ഇന്ന് അത്യാവശ്യം ഉണ്ട്, അപ്പോൾ ആണെങ്കിൽ ഭയങ്കര ആർഭാടും. അങ്ങനെ കറി അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ മെയിൻ താരമായ ഉണക്കച്ചെളിയിലേക്ക് ഞാൻ കടന്നു കേട്ടോ. ആദ്യം ഇത് കൊടുത്ത് ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ സ്റ്റവിൻ്റെ മുകളിൽ വെച്ചു. അതായത് നമ്മൾ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ പാകാവുന്ന സെറ്റപ്പിൽ ഞാൻ സെറ്റ് ചെയ്തു. അതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം, അതാ ഈ വെയിൽ വരുമ്പോൾ എന്ത് രസം, എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇതിൽ വല്ല വൃത്തികേടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ, നന്നായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ വെള്ളത്തിൽ കിടക്കട്ടെ, നമുക്ക് തേങ്ങാപ്പണി തുടങ്ങാം. ഈ കറിയിൽ തേങ്ങ ഒഴിക്കാണ്ടേയും ഒഴിച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ കറി ഞാൻ ഇത്തവണ ഉണ്ടാക്കുന്നത് തേങ്ങ ഒഴിച്ചിട്ടാണേ. അങ്ങനെ തേങ്ങാപ്പണി കഴിഞ്ഞതിൻ്റെ ശേഷം, അതായത് തേങ്ങ ചിരകൽ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ജീരകം ഇട്ടാൽ മതി, പെരിഞ്ജീരകം. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് അധികം ആയിട്ടുണ്ട്. പിന്നെ ഒരു 2-3 എന്താ പറയുക, ചെറിയുള്ളിയും ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് അത് അരച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉണക്കച്ചെളി നല്ല കുട്ടപ്പനായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് സെറ്റാക്കിയതിൻ്റെ ശേഷം ഞാൻ നേരെ വറക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായി വറുത്തതിൻ്റെ ശേഷം കേട്ടോ കറിയിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ അതാ അച്ഛൻ നല്ല അടിപൊളി ചീരയായിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇതായിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതിയ ചീര ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇലക്കറികളെ, മുരിങ്ങ, ചീര എന്നുള്ള സാധനങ്ങളൊക്കെ എപ്പോൾ കിട്ടിയാലും നമ്മളത് ഉണ്ടാക്കും.
നമ്മൾ ഈ വറുത്ത് മാറ്റി വെച്ച് ഉണക്കച്ചെള്ളി ഉണ്ടല്ലോ അത് ഇനി ഒരു ഗ്ലാസിൻ്റെ അടിഭാഗം കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം. അത് എന്തിനാന്ന് വെച്ചാൽ ഈ ചെള്ളീൻ്റെ തലേൻ്റെ അവിടുത്തെ എന്താ പറയുക മുള്ളും കമ്പും അതുപോലെ ബാക്കിലത്തൊക്കെ ഒന്ന് ഒടിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ ഇതുപോലെ ചെയ്താൽ മതി. ശേഷം ഞാൻ അതിൽ വേണ്ട ഭാഗങ്ങൾ അതായത് വേണ്ട സാധനങ്ങൾ മാത്രം ഇങ്ങനെ എന്താ പറയുക ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ആക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട്, മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി എടുക്കുമ്പോൾ എന്താ പറയുക നമുക്കതിൻ്റെ വേസ്റ്റ് വേറെ ഭാഗത്തും അത് വേണ്ട ഭാഗം വേറെ ഭാഗത്തുമായിട്ട് വെക്കാമല്ലോ. അപ്പോഴേക്കും നമ്മുടെ അടുപ്പത്ത് വെച്ച കറി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് നേരത്തെ സെറ്റാക്കി വെച്ച ചെള്ളിയിട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ കറി. എനിക്ക് എല്ലാ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ ഈ കറി ഉണ്ടാക്കുക എന്നുള്ളതും പറയണം കേട്ടോ. അങ്ങനെ കറി റെഡി ആയതിൻ്റെ ശേഷം ഞാൻ ചോറിന് വെച്ചു. ശേഷം നമ്മുടെ കറി വറവിടാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കറി ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചീര ഉണ്ടല്ലോ അതൊരു കുഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടോ. ചീരയുടെ ഇല ചട്ടിയിലിട്ടപ്പോൾ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വാടി വന്നപ്പോൾ ഒന്നും ഇല്ലാണ്ടായി പോയിട്ടാ. അതവിടെ ഇരുന്നാവട്ടെ. നല്ല ഉണക്കൽ മാന്തൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് വറുത്തെടുക്കാമെന്ന് കരുതി ബാക്കി ക്ലീനിങ് പരിപാടിയിലേക്ക് നിന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റാ.